ഇതെന്തൊരു പാടായത്. ഇനി ഇവിടെ തങ്ങിയ വട്ടപ്പുള്ളി വെട്ടു, ഇവിടുന്ന് ഇറങ്ങിയ ഇരുമ്പ് വെട്ടു. ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, ആരുടെ കൈ കൊണ്ട് മരിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ മതി. മതി, കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? താൻ അതിൽ ഇടപെടേണ്ട കാര്യം. സ്വാമിക്ക് നോക്കി നടന്നൂടെ? ഇവിടെ മനുഷ്യൻ വഴി നടക്കുന്നിടത്താണോ കയറുകൊണ്ട് കെട്ടുന്നത്? അഴിച്ചു വിടണോ? ഞാനല്ല കെട്ടിയത്. താൻ കെട്ടിയാലേ അഴിച്ചു വിടണോ? അഴിച്ചു വിടണോ? പട്ടറിൽ പൊട്ടനില്ലാന്ന് ആരാ പറഞ്ഞേ? ഇതന്നെയല്ലേ ഈ പൊട്ടന്മാര്. പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തേക്ക് വേണ്ടട്ടോ. എന്താ ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത്? എന്താ എന്റെ പശുവിനെ ആരാ അഴിച്ചു വിട്ടതെന്ന്? പശുവിനെ അഴിച്ചു വിട്ടോ? ആര് പശുവിനെ അഴിച്ചു വിട്ടു? ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടതെന്ന്. പശുവിനെ അഴിച്ചു വിട്ടു. അതെ, പശുവിനെ കെട്ടേണ്ട തൊഴുത്തില്ല, അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്നിടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട. വേഗം പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. അതെന്താ പശുവിന് പാലാ കൊടുക്കണേ? ചിരിക്കുന്നു. അല്ലാതെ പിന്നെ കരയണോ? കളിക്കാണ്ട് പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എടി ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടോടെ. ഇങ്ങനാണോ ഈ പശുവിനെ വളർത്തണത്? നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ. എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ. ദേ കടിച്ച ചവിട്ടി ഇഞ്ച പോലെ ആക്കിയേക്കണു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കടി. ദേ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത്. എടി മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. അത് എന്നോടല്ല, ദേ ഇവരോട് ചോദിക്കേ. ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത്. അത് ശരി. ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ. അതെ, പശുവിന് വല്ലപ്പോഴൊക്കെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നെന്ന് വരും. അതുകൊള്ളാം. ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത്. വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പ്രശ്നമാവും. പറഞ്ഞേക്കാം. എന്തിനാ പുതിയത്? ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്താ പോരെ? റിപ്പയർ ചെയ്ത് താൻ തന്നെ ഇട്ടോ. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ, മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത്, അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പിന്നെ എന്ത് കാണാനാ? ഇങ്ങോട്ട് മാറിയിടുന്നേ. എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. മാറവിടെ. വേണ്ട 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 വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പുതിയ ചുരിദാർ. ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും. എനിക്കല്ല, എന്റെ മോൾക്ക്. അതെ, മൾക്ക് തന്നെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇങ്ങോട്ടാണോ? ഇതും കൊണ്ടുപോയേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും താമസിക്കത്തില്ല. പറഞ്ഞേക്കാതെ വാടി. ഇങ്ങോട്ട് വാടി. അപ്പോഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? പോയാലെന്താ? എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം പശു എന്താ നാട് വിട്ട് പോയിരിക്കാ? അത് തിരിച്ചു വന്നോളൂ. പറയേ. ദേ അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ, അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും. ജോസഫേ, എന്തിനാടോ പശുവിനെ അഴിച്ചു വിട്ടത്? സ്വാമി പറഞ്ഞിട്ടല്ലേ ഞാൻ പശുവിനെ പറഞ്ഞാൽ ഉടനെ അഴിച്ചു വിടും അല്ലേ? എന്തൊരു അനുസരണ, എന്തൊരു അനുസരണ. പോയി പിടിച്ചോണ്ടോ? അതെ, പശുവിനെ പിടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. സ്വാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. മാടി. അയ്യോ സ്വാമി, പശു സ്വാമി മറിച്ചാട്ടായിരുന്നു. പശു അയ്യോ, ദേ വട്ടപ്പിളി ഓടി വായോ. വട്ടപ്പിളി ഓടിന് വെളിയിൽ വീട്. ഓടി വായോ എല്ലാരും, ഒന്ന് ഓടി വന്നേ. വേഗം വാ, ദേ വട്ടപ്പിളി വീട് കിടക്കുന്നേ. ഓടി വാ എല്ലാരും കൂടി നോക്കി കടന്ന് പൊക്കിയെടുത്തേ. സ്വാമി ആള് വടിയാ ഇന്ന് തോന്നണേ. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ലേ. അതിന്റെ
നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും ഇടിക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞാൻ കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? ഒരു കൺസ്ട്രക്ഷൻ നിർത്തണം. നിർത്താൻ പറയണം. കമ്പനി എന്ന് പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താനെന്താണ് ഈ കാണിക്കുന്നത്? സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്, അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമിയെ വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. ഞാൻ ആരുമല്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവർ ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് നടക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ എങ്ങനെ ഇടിച്ചു കുറിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പുറമാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. പൈലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ. അല്ല നിർത്തി. കൃഷ്ണമൂർത്തിക്ക് 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 കൃഷ്ണമൂർത്തി സ്വാമിക്ക് കൃഷ്ണമൂർത്തി റാവുത്തർക്ക് ജയ്. റാവുത്തർക്ക്